ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബിഗ് ബോസ് താരം റിയ സലീം ഇന്നലെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. നടൻ കൃഷ്ണകുമാറിനെയും ഫാമിലിയെയും കുറിച്ചിട്ടാണ് ആ സ്റ്റോറി. അതായത് നടൻ കൃഷ്ണകുമാറും ഭാര്യയും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുകയും അവിടെ പഴങ്കഞ്ഞി ബ്രേക്ക്ഫാസ്റ്റ് ആയി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കൃഷ്ണകുമാറിന്റെ ഭാര്യ അത് വാങ്ങി കഴിക്കുകയും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് കൃഷ്ണകുമാർ കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് റിയ സലീം ഈ സ്റ്റോറി ഇട്ടിരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃഷ്ണകുമാറിന്റെ കുട്ടിക്കാല കാലഘട്ടം എന്ന് പറഞ്ഞാൽ സവർണ മേധാവിത്വവും പലതരത്തിലുള്ള ദുരാചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരിക്കും. നമ്മളുടെയൊക്കെ അച്ഛനമ്മമാരും മുത്തശ്ശന്മാരും ഒക്കെ അത് പറഞ്ഞ് നമ്മൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പറമ്പിൽ പണിക്ക് വരുന്ന ആൾക്കാരെ ഇതുപോലെ പണി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് പഴങ്കഞ്ഞിയാണ് കൊടുക്കുക. ഈ പഴങ്കഞ്ഞി കൊടുക്കുന്നത് പറമ്പിൽ അവിടെ ചെറിയ കുഴി കുത്തിയിട്ട് അതില് ഇല ഇട്ടിട്ട് ആ ഇലയുടെ ഉള്ളിൽ വിളമ്പി കൊടുക്കുക ചെയ്യുക. എന്നിട്ട് ഇവർ ഈ കറികളും പഴങ്കഞ്ഞിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ച് കോരി കുടിക്കുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കുന്ന നമുക്ക് പോലും കൊതി വരും. അങ്ങനെ കൊതിച്ച് നോക്കി നിന്നിട്ടുണ്ട് കുട്ടിക്കാലത്ത് എന്നുള്ളത് ആണ് കൃഷ്ണകുമാർ പറഞ്ഞത്. കൃഷ്ണകുമാറിന്റെ കുട്ടിക്കാല ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളാണ്. നമ്മുടെ പൂർവികരും ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഓർത്തിരിക്കുന്നുണ്ടാവും, നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്, ചരിത്രങ്ങളിലും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കഥകളൊക്കെ. അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ സമൂഹം ഉണ്ടാകുന്നത്. ഒരു പരിധിവരെ ഇന്നത്തെ ഈ സമൂഹത്തില് ജാതി മത വർണ്ണ വർഗ ഭേദമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സവർണനെന്നോ അവർണെന്നോ ചിന്തിച്ചിട്ടല്ല ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത്, ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നത് ഒന്നും ഈ ഉച്ചനീചത്വങ്ങൾ വെച്ച് പുലർത്തിയിട്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് കാലത്തെ പോലെ അല്ല ഇപ്പോൾ, എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് കൃഷ്ണകുമാർ അത് പറഞ്ഞത് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. റിയാസ് സലീം സ്ഥാപിക്കാൻ നോക്കുന്നത് അതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ആ സവർണ മേധാവിത്വം, സവർണ ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാല അനുഭവമല്ലേ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ വേറൊരാളെ പ്രീതിപ്പെടുത്താൻ, സമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് റിയാസ് സലീമിനെ പോലുള്ള ആളുകൾ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇല്ലാ കഥ പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് നേരിട്ട അനുഭവങ്ങളല്ലേ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒരു BJP പ്രവർത്തകനാണ് എന്നുള്ളതുമാണ് ഇത്തരക്കാരെ ചൊടിപ്പിക്കുന്നത്. നമ്മുടെ ഇപ്പൊ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല് ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനാവാം, കോൺഗ്രസ്സുകാരനാവാം, ലീഗുകാരനാവാം, ആരും ആവാം, PDP-കാരനാവാം, SDPI-കാരനാവാം, അങ്ങനെ ആരും ആവാം. പക്ഷേ ഒരാൾക്ക് BJP-കാരനോ RSS-കാരനോ ആവാൻ പാടില്ല. അവർക്കാണ് ഈ സമൂഹത്തിൽ വിലക്ക്. ബാക്കി എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഏത് പാർട്ടിയിലും ചേരാം, എന്തും പറയാം. പക്ഷെ BJP-കാരനായാൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാല അനുഭവങ്ങൾ പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തും. അദ്ദേഹത്തിന്റെ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ മക്കളെ, ഭാര്യയൊക്കെ ഈ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്താം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ രാഷ്ട്രീയമുണ്ടെന്ന് അവരെവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഒരു കുടുംബത്തിൽ തന്നെ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? ഒരു കുടുംബത്തിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP-യും ലീഗും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒരു കുടുംബത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ അതാരും തുറന്നു പറയാറില്ല. ചില ആളുകൾ മാത്രം തുറന്നു പറയുന്നു. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടവും താല്പര്യമാണ്. അതിനൊരു കുടുംബത്തെ മുഴുവൻ സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്ന് അവഹേളിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയാണോ? നമുക്കറിയാം, റിയാസ് സലീം മുമ്പും ഫെമിനിസ്റ്റ് ചമഞ്ഞിട്ട്, കപട ഫെമിനിസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. മുമ്പ് ഇതുപോലെ ഞാൻ റിയാസിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കപട ഫെമിനിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ആളാണ് റിയാസ് സലീം. നമുക്കറിയാം, ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോഴും പെണ്ണുങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ വളരെയധികം മോശമായിട്ടുള്ള വാക്കുകൊണ്ട് അധിക്ഷേപിക്കുന്ന ആളാണ് റിയാസ്. ഫെമിനിസ്റ്റ് ആണെന്ന് സ്വയം അവകാശപ്പെടുന്നു, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണെന്ന് സ്വയം അവകാശപ്പെടുന്നു. പക്ഷെ ഒരാളെ ആക്ഷേപിക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ് എന്നുള്ള പരിഗണനയിൽ അത് ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദിൽഷയെ രണ്ടുപേരെ അപ്പുറത്തും കൊണ്ടു നടന്ന് കാര്യം സാധിക്കുന്നവൾ എന്ന് പറഞ്ഞതും, ധന്യമേരി വർഗീസിനോട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വാക്ക് ഉപയോഗിച്ചതും, അതുപോലെ തന്നെ ആരതിപ്പൊടിയെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ സ്ത്രീകൾക്ക് നേരെയാണെന്നുള്ളത് ഒരിക്കൽ പോലും ആലോചിക്കാതെയാണ് ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നത്. ഇതിനെ കപട ഫെമിനിസ്റ്റ് എന്നാണ് നമ്മൾ പറയുക, അല്ലെ? സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ
സ്വയം പിന്നെ ഫേമസ് ആവും എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കടന്നുകയറ്റങ്ങളൊക്കെ നടത്തുന്നത്. അതുപോലെ അദ്ദേഹം ഇസ്രായേൽ അനുകൂല പോസ്റ്റ് ഇട്ടു കൃഷ്ണകുമാർ എന്നുള്ളതാണ് അടുത്ത ഒരു ആരോപണം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ട് കാര്യമാണ് അല്ലെ. അദ്ദേഹം ഒരു BJP കാരനാണ്. BJPയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അനുകൂല നിലപാടാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഓരോരുത്തർക്കും വ്യക്തി താല്പര്യമുണ്ട്. എനിക്ക് പലസ്തീനെയാണ് അനുകൂലിക്കാൻ തോന്നുന്നതെങ്കിൽ ഞാൻ അത് പറയും, അതെന്റെ വ്യക്തി താല്പര്യമാണ്. അതിന്റെ റിയാസ് സലീമിനെ ഒരിക്കലും ഇടപെടേണ്ട കാര്യമില്ല. റിയാസ് സലീം പലസ്തീനെ അനുകൂലിക്കുന്നത് ആരും തടയുന്നില്ല, ആരും വിമർശിക്കുന്നില്ല. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊക്കെ വെച്ചിട്ട് ഒരു കുടുംബത്തെ അടച്ചാക്ഷേപിക്കുക. ഒരു 18 വയസ്സായ അദ്ദേഹത്തിന്റെ ഇളയ മകള് ഹൻസികയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഈ സ്റ്റോറിയിൽ തന്നെ. അതായത് ആ കുട്ടിയും ആ കുട്ടിയുടെ കൂട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് എടുത്ത ഒരു വീഡിയോയില് ആ കുട്ടി ഉപയോഗിച്ചൊരു വാക്ക്, ആ ഇരിക്കുന്ന ആളെ കണ്ടിട്ട് ഗുണ്ട പോലെ തോന്നുന്നില്ലേ, ഗുണ്ടയെ പോലെ തോന്നുന്നില്ലേ എന്ന് ചോദിച്ചത് റിയാസ് സലീമിന് കേട്ടത് വേറെ ഒരു തെറി പദമായിട്ടാണ്. സ്ഥിരമായിട്ട് റിയാസ് ഉപയോഗിക്കുന്ന പദമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാതിൽ അത് അങ്ങനെ വീണതാണ്. നമുക്കൊക്കെ മുമ്പ് റിയാസിന്റെ പല വീഡിയോസും പണ്ട് കാലത്തൊക്കെ റിയാസിന്റെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാക്കുകളും ഒക്കെ. ഇപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ തോന്നുന്നു. പക്ഷെ പണ്ടൊക്കെ അറിയാം എങ്ങനെയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്, ഏതൊക്കെ തരം ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഗുണ്ട എന്നുള്ള പദം വേറൊരു പദമായിട്ട് തോന്നിയത്. അതൊരു 18 വയസ്സായ ഒരു പെൺകുട്ടി, അത് നമ്മളൊരു സ്റ്റോറി ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച് ഓരോ വാക്കും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ വിമർശിക്കാൻ. അപ്പൊ ആ കുട്ടി പറഞ്ഞ വാക്ക് എവിടെയോ തൊട്ടും തൊടാതെ കേട്ടിട്ട് പറഞ്ഞതാണ്. അതിനെ സമൂഹ മാധ്യമത്തിൽ പിന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിനെ ഒന്നാകെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. ഇട്ട ആ വീഡിയോ പിൻവലിക്കേണ്ടി വന്നു, അത് വേറെ കാര്യം. പറഞ്ഞത് തെറ്റാന്ന് പിന്നീടാണ് മനസ്സിലായത്. അത് പിന്നീട് മനസ്സിലായിട്ട് എന്താ കാര്യം, എത്ര പേര് അതെടുത്ത് ഷെയർ ചെയ്ത് കാണും, എത്ര പേര് കണ്ടു കാണും. ആ കുട്ടിക്കുണ്ടായ നാണക്കടന്ന് ആലോചിച്ചു. ഈ കുട്ടിയുടെ ഈ വീഡിയോ കാണാത്ത ഒരു ചെറിയ പക്ഷം ആളുകളെങ്കിലും ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ലേ, ആ 18 വയസ്സായ ഒരു പെൺകുട്ടി ഇങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. അപ്പൊ അതൊന്നും തെറ്റ് തിരുത്താനോ ഒരു സോറി പറയാനോ ഒന്നും ഇപ്പോഴും തയ്യാറായിട്ടില്ല. എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു സോറി പറഞ്ഞിട്ടില്ല. ആ വീഡിയോ പിൻവലിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയോടുള്ള വ്യക്തി വിരോധം കൊണ്ട് ഒരു കുടുംബത്തെ ഒന്നാകെ ആക്ഷേപിക്കുന്ന, ഒരു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ ആക്ഷേപിക്കുന്ന റിയാസ് സലീമിനെ എന്ത് പറയണം. മുമ്പും പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. പലരും ഇദ്ദേഹത്തിന്റെ പ്രവർത്തികൾ കൊണ്ട് കാര്യമറിയാതെ ആക്ഷേപിക്കുന്നത് കൊണ്ട്, അതായത് ഉദാഹരണം ആരതി പൊടിയുടെ എൻഗേജ്മെന്റ് ഡ്രസ്സ്, ആ കുട്ടി സ്വയം ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഇട്ട് വന്നത് അത് കോപ്പി അടിച്ചാണ്, വേറെ ആരെയോ ഡിസൈൻ ആണെന്ന് പറഞ്ഞുണ്ടാക്കിയ വിവാദം നമ്മളാരും മറന്നിട്ടില്ല. അപ്പോൾ അതിൽ ആ കുട്ടി അന്ന് മാനസികമായി അനുഭവിച്ച വിഷമം ഒരു തവണ ആലോചിച്ചിരുന്നെങ്കിൽ വീണ്ടും അതേ തെറ്റ് റിയാസ് സലീം ആവർത്തിക്കില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ സമൂഹ മധ്യത്തിൽ ഒരു ഇളക്കം സൃഷ്ടിക്കണം, ചലനം സൃഷ്ടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇങ്ങനത്തെയുള്ള തരികിട പരിപാടികളൊക്കെ കാണിക്കുന്നത്. സ്ത്രീകളുടെ വേഷം ഇട്ടത് കൊണ്ടോ, സ്ത്രീകളെ പോലെ മേക്കപ്പ് ഇട്ടത് കൊണ്ടോ, സ്ത്രീകളുടെ ആഭരണം ഇട്ടത് കൊണ്ടോ ഒന്നും ഫെമിനിസ്റ്റ് ആവില്ല അല്ലെ. അവരെന്താണെന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി എന്താണ്, അവൾക്ക് സമൂഹത്തിലെ അവളെ അവഗണിച്ചാൽ അവൾക്കുണ്ടാകുന്ന മാനഹാനി എന്താണ്, അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കണം. അതും കൂടിയാണ് ഒരു ഫെമിനിസ്റ്റിന്റെ ഉത്തരവാദിത്തം അല്ലെ. അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഫെമിനിസ്റ്റിന്റെ കടമ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചിട്ട് തനിക്ക് ഇഷ്ടമല്ലാത്ത സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളാണെന്നോ പെൺകുട്ടികളാണെന്നോ നോക്കാതെ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം റിയാസ് സലീമിനുണ്ട്. എപ്പോഴൊക്കെയോ റിയാസ് സലീമിനോട് ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ തോന്നി തുടങ്ങിയാൽ അത് ഇല്ലാതാക്കുന്ന പ്രവൃത്തി റിയാസ് സലീമിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, പിന്നെ വളരെ വളരെ താഴ്ന്ന ലെവലിൽ നിന്ന് വളരെയധികം സ്വയം അധ്വാനം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് റിയാസ് സലീം. അതിനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം സമൂഹത്തിന്റെ ഒരുപാട് കളിയാക്കലുകളെയും പരിഹാസങ്ങളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് വളർന്നു വന്ന ഒരാളാണ്. പക്ഷെ ആ ഒരു ഇത് ഇല്ലാതാക്കുന്ന രീതിയിലാണ് പലപ്പോഴും റിയാസ് സലീമിന്റെ മറ്റുള്ളവരോടുള്ള ബിഹേവിയർ എന്നാണ് ശരിക്കും പറയാൻ കഴിയുക. അപ്പൊ അത് മാറ്റിയാലേ അവനവന്റെ കാര്യം നോക്കി മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്രയോ സമൂഹത്തിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ
കാതലായിട്ടുള്ള വിഷയങ്ങളൊന്നും ടച്ച് ചെയ്യാതെ ഒരുപാട് സ്ത്രീകൾക്ക് അവഹേളനങ്ങളും പരിഹാസങ്ങളും പീഡനങ്ങളും ഒക്കെ ഏൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ, അതിനെക്കുറിച്ചൊന്നും ഒരു റീലോ സ്റ്റോറിയോ പോസ്റ്റോ ഒന്നും ഇടാതെ ഇങ്ങനെ BJP ആണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഒരു വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ട് ഒരു കുടുംബത്തിനെ മുഴുവൻ ചവിട്ടി താഴ്ത്തുന്നത് അത്ര നല്ല ഇടപാടായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ.